ഹലോ ഡിയേഴ്സ്, നമ്മുടെ ഹിസ്റ്ററി UGC നെറ്റ് എക്സാമിന്റെ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു ബേസിക് ഓറിയന്റേഷൻ ആണ്. ഇത് പല ആൾക്കാർക്കും ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കാം, എന്നാലും അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ആൻഡ് അറിയുന്ന ആൾക്കാർക്ക് തന്നെ കൂടുതൽ ഇൻഫർമേഷൻ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു നെറ്റ് പ്രിപ്പറേഷനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള തുടങ്ങിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ, ഒരു ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തിനാണ് നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ why do you want to qualify NET or JRF? എന്തുകൊണ്ട് നിങ്ങൾ നെറ്റും JRF-ഉം ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടായിരിക്കും. എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യേണ്ടത് ദിസ് ദ റീസൺ, ദാറ്റ് റീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളുണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് നമ്മളൊന്ന് പ്രൂവ് ചെയ്യാനായിരിക്കും, ചില ആൾക്കാർക്ക് നമ്മളുടെ ആ ഒരു കപ്പാസിറ്റി എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിരിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതേസമയം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു സ്ഫിയർ എന്നല്ല, പക്ഷെ നെറ്റും JRF-ഉം വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് തിങ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ UGC നെറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ, PhD എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. സോ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള മിനിമം യോഗ്യതയാണ് UGC നെറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു PG വേണം, ആൻഡ് അതിന് 55% മാർക്ക് വേണം. ഡിഫൻസ് കാറ്റഗറിക്ക് അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ആൻഡ് നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ PhD വേണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നെറ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും, 3 ലെവൽ, അതായത് 3 ക്വാളിഫിക്കേഷൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നെറ്റ് എക്സാം എഴുതുന്നത്. ഒന്ന് PhD ക്വാളിഫൈ ചെയ്യുക, അതായത് PhD-ക്കുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിലോ ഒരു റിസർച്ച് സെന്ററിലോ PhD-ക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാനദണ്ഡം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നെറ്റ് എക്സാം എഴുതിയിട്ട് അതിലെ ആദ്യത്തെ കട്ട് ഓഫ് ആയിട്ടുള്ള PhD ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം വരുന്ന കട്ട് ഓഫ് ആണ് നെറ്റ് എന്ന് പറയുന്നത്, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യത എന്ന് പറയുന്നത്. അതിനുശേഷം മൂന്നാമത്തെ ഒരു കട്ട് ഓഫ് ആണ് JRF എന്ന് പറയുന്നത്. JRF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഫെലോഷിപ്പും കിട്ടും എന്നുള്ളതാണ്. സോ നോർമലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത് ഈ 3 ഓപ്ഷനും വെച്ചിട്ടാണ്. ഇപ്പൊ നമുക്ക് നെറ്റ് ഇല്ലാത്ത ഒരാളാണ്, അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ PhD-യും വേണം, നെറ്റും വേണം, JRF-ഉം വേണം എന്ന് പറഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യാറുള്ളത്. സപ്പോസ് ഒരാൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളാണെന്ന് വിചാരിക്കുക, അപ്പൊ അയാൾക്ക് ഇനി എന്താ അതിന്റെ ആവശ്യമില്ല, നെറ്റിന്റെ ആവശ്യമില്ല, ഓൾറെഡി നെറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, PhD-ന്റെ ഒരു 6 മന്ത് ആണ് അതിന്റെ വാലിഡിറ്റി ഉള്ളത്. സോ അത് ഓൾറെഡി എക്സ്പയർ ആയിട്ടുള്ള സാഹചര്യം ആണെങ്കിൽ PhD-ക്ക് വേണ്ടി PhD-യും ക്ലിക്ക് ചെയ്യാം, JRF-ഉം ക്ലിക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇനി PhD-ന്റെ എന്താണ് പറയല്, ഓൾറെഡി ഉണ്ട്, നെറ്റും ഉണ്ട്, അങ്ങനെയാണെങ്കിൽ JRF-ന് മാത്രം എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. ഇത് ഇപ്പോഴത്തെ ഒരു സംഗതി അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അതിന്റെ ബെനിഫിറ്റിലേക്ക് തന്നെ വീണ്ടും പോവാണ്. സോ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം, ദെൻ PhD-യുടെ യോഗ്യത നേടാം, നെറ്റ് അല്ലെങ്കിൽ JRF നമുക്ക് കിട്ടും. ആൻഡ് JRF കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അടുത്തൊരു സ്ലൈഡിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, വളരെ വലിയ, എങ്ങനെയാണല്ലേ, വലിയൊരു പാക്കേജ് ആണ്. ഒരു 10-30 ലക്ഷം രൂപയുടെ ഒരു പാക്കേജ് ആണ് ശരിക്കും JRF എന്ന് പറയുന്നത്. വിത്തിൻ 5 years നമ്മുടെ കയ്യിലേക്ക് എന്ത് ചെയ്യും, ഒരു 30 ലക്ഷം രൂപയുടെ മുകളിൽ വന്നു പോകുന്ന ഒരു വലിയൊരു മാസ് ഫെലോഷിപ്പ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് ചുരുക്കം. അത് വെച്ച് നമുക്ക് എന്താണ് പറയല്, നമ്മുടെ ഇഷ്ടത്തിന്, നമ്മളെ പൈസയാണ്, നമുക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം എന്ന് ചുരുക്കം. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഇപ്പൊ നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്തു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഒരു എയ്ഡഡ് കോളേജിൽ പലപ്പോഴും പൈസ കൊടുത്തിട്ട് കയറേണ്ടി വരും. അപ്പൊ അതിന് മാത്രം പൈസ ഇല്ല. പിന്നെ അത് അടുത്തൊരു സംഗതി വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഗവൺമെന്റ് കോളേജുകളാണ്, അതിന് നമ്മുടെ PSC ക്വാളിഫൈ ചെയ്യണം. അതായത് കുറച്ച് നല്ലോണം പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അതിന് നല്ലോണം പഠിച്ചു കഴിഞ്ഞാലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു റെഗുലർ സ്ട്രീമിലേക്ക് പോവാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നെറ്റ് ഉണ്ട് എന്നുള്ള ആ ഒരു ബലത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മറ്റു ഓപ്പർച്യൂണിറ്റീസ് തുറന്നു വരും എന്നുള്ളതാണ് പറയാനായിട്ട് വരുന്നത്. സോ അതിൽ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് എന്തായിരിക്കും, SCOU, ഞാനൊക്കെ എടുക്കുന്ന ക്ലാസ് ആണ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവരുടെ അക്കാദമിക് കൗൺസിലർ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവരുടെ UG PG ക്ലാസ്സുകളൊക്കെ എടുക്കാം. സൺഡേസിലും ഹോളിഡേസിലൊക്കെയാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഒരു 5000 രൂപയും 6000 രൂപയൊക്കെ വാങ്ങാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് വരുന്നത് ഇതേ SCOU-ന്റെ അസൈൻമെന്റ് വാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. അസൈൻമെന്റ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക്
പെർ അസൈൻമെന്റ് 15 രൂപ വെച്ച് കിട്ടും. അത്യാവശ്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. സോ ഇതെല്ലാം നമ്മുടെ മുന്നിൽ തുറന്നു വരുന്ന അവസരങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇഗ്നോയുടെയും അക്കാദമിക് കൗൺസിലർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് എങ്ങനെയാണല്ലേ ഒരു ലോങ്ങർ പ്രൊസീജിയർ അതിനകത്തുണ്ട്. പക്ഷെ സ്റ്റിൽ എന്താണ് നിങ്ങൾക്ക് അത് ക്വാളിഫൈ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോയുടെ അസൈൻമെന്റുകളൊക്കെ നോക്കാം. അതിനും ഐ തിങ്ക് അറൌണ്ട് 27.5 അങ്ങാണ്ട് പെർ അസൈൻമെന്റിന് കിട്ടുമെന്നതാണ്. സോ ഇത്തരത്തിൽ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുണ്ട്. ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ പുതിയ നോംസ് പ്രകാരം നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇനി ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കറന്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിലൊക്കെ തന്നെ നിങ്ങൾക്ക് നെറ്റ് ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നെറ്റ് ഉള്ള ഒരാളായിട്ട് മാറണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് മാറ്റേഴ്സ് പറയില്ലേ, നിങ്ങൾക്ക് അവിടെ വേണ്ട ഒരു യോഗ്യത ഇല്ലാതെ അവിടെ ദുർബലനായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. ഏത് നിമിഷവും ഒരു ടെർമിനേഷൻ നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ്. സോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടിരിക്കണം. ആൻഡ് സിംപ്ലി പറയുകയാണെങ്കിൽ നിങ്ങളൊരു PG ആൻഡ് ഒരു നെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു ജോലി കിട്ടും. അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനിയിപ്പോ സപ്പോസ് പല ആൾക്കാരുണ്ടായിരിക്കും അവർക്ക് ജോലിയൊന്നും വലിയ ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ നമുക്ക് ദേ ഹാവ് ടു പ്രൂവ് ദംസെൽഫ്. എന്താണ്, എനിക്ക് അത്യാവശ്യം കാലിബർ ഉണ്ട്, ഞാൻ ഇത്രയും കാലം വെറുതെ ബാഗ് നോക്കി നടന്നതല്ല എന്നുള്ളത് ചിലപ്പോൾ അവരുടെ ഇൻലോസിനെ ഒക്കെ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. ചിലപ്പോ സ്വന്തത്തിനെ തന്നെ ഞാൻ പറ്റടി പോയോ, എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒരുപാട് പഠിച്ച് വേറെ നിലയിലെത്തിയല്ലോ, പക്ഷെ ഞാൻ മാത്രം താഴെ പോയോ എന്നുള്ളൊരു ചിന്ത വരികയാണെങ്കിൽ ഈ ക്വാളിഫൈ നെറ്റ് അല്ലെങ്കിൽ ഒരു JRF ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെയൊക്കെ എത്രയോ ടോപ്പിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. സോ ഇറ്റ്സ് പേഴ്സണൽ പ്രൗഡ് എന്നുള്ളതാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ഇതെല്ലാവരും നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത ആൾക്കാരൊന്ന് പോയി ചോദിച്ചാൽ മതി. അവരതുവരെ ഉള്ള ഒരു ജീവിതവും അതിനുശേഷമുള്ള ഒരു ജീവിതവും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ കുറെ പൈസ ഉണ്ടാക്കി കുറെ ജോലി കിട്ടി എന്നൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മാനസികമായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു കരുത്ത് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഇപ്പോ കറന്റ് എന്താണ്, നെറ്റ് എന്നുള്ളത് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു യോഗ്യതയാണിതെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എന്താണ് പറയലേ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തരുന്ന ഒരു ഏരിയയാണ്. പിന്നെ സെറ്റിനൊക്കെ പകരമായിട്ട് തന്നെ എന്ത് ചെയ്യാം, നെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ഇപ്പോ ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. അതിന്റെ കേട്ടിട്ട് കാര്യങ്ങളിലൊക്കെ ചെറിയ ചേഞ്ചസ് ഉണ്ടെങ്കിൽ പോലും സെറ്റും നെറ്റും ഇപ്പോൾ അതുപോലെ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് സെറ്റ് യു ക്യാൻ യൂസ് നെറ്റ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇത് നമുക്ക് വാങ്ങാൻ പറ്റുന്നതിൽ ദ ബെസ്റ്റ് അച്ചീവ്മെന്റ് തന്നെയാണ്. ആൻഡ് യു ഹാവ് ടു ട്രൈ ഫോർ JRF. നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് JRF തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഇനി അപ്പൊ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബെനിഫിറ്റുകളെ പറ്റി ഏതാണ്ട് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും ഞാൻ പറഞ്ഞത് അതാണ്, നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മുടെ അടുത്ത ഒരു സംഗതി വെച്ചാൽ ഓക്കെ, നെറ്റ് കിട്ടിയാലുള്ള ബെനിഫിറ്റ് ഒക്കെ മനസ്സിലായി, പക്ഷെ എന്താണ് നെറ്റ് എക്സാം? ഓക്കെ, വട്ട് യു മീൻ ബൈ, അല്ലെങ്കിൽ ഈ നെറ്റ് എക്സാം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എപ്പോഴൊക്കെയാണ് നടക്കാറുള്ളത് എന്നുള്ള, എത്ര മാർക്കിനാണ് അത് ഉണ്ടാവാറുള്ളത്, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കട്ടോ. പക്ഷെ എന്നാലും ആരെങ്കിലും ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെ. സോ നെറ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ ഇസ് ആക്ച്വലി കണ്ടക്ടിങ് ബൈ UGC NTA എന്നുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ആൻഡ് UGCക്ക് വേണ്ടി, അല്ലെങ്കിൽ UGC ആണ് ഒരു ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നത്. UGC നെറ്റ് യോഗ്യത നമുക്ക് ഉണ്ടെന്നാണ് പറയാം. ആൻഡ് ആ എക്സാം നടത്തുന്നത് NTA എന്ന് പറയുന്ന ഒരു ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ഇന്ത്യയിലെ പ്രീമിയർ ആയിട്ടുള്ള ഒരുപാട് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്ന ഏജൻസിയും ഈ NTA തന്നെയാണ്. NTA ഓരോ ടേമിലും 85 വ്യത്യസ്ത വിഷയങ്ങളിലേക്കാണ് ഇത് നെറ്റ് എക്സാം നടത്തുന്നത്. ഒരു വർഷത്തിൽ 2 തവണയാണ് നെറ്റ് എക്സാം ഉണ്ടാവാറുള്ളത്. ഏതൊക്കെ മാസങ്ങളാണെന്ന് വെച്ചാൽ ജൂൺ മാസത്തിലും ഡിസംബർ മാസത്തിലും. ആൻഡ് ഇറ്റ് വിൽ വാരി. ചില സമയത്ത് എന്ത് ചെയ്യും, ജൂണിലോ ജൂലൈയിലേക്ക് പോവാറുണ്ട്, ഡിസംബറിൽ അടുത്ത വർഷം ജനുവരിയിലേക്ക് പോവാറൊക്കെ ഉണ്ട്. പക്ഷെ 2 സൈക്കിളാണ്, ജൂൺ സൈക്കിൾ ഡിസംബർ സൈക്കിൾ എന്ന രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. നോർമൽ കേസിൽ അല്ലെങ്കിൽ ഒരു ഇൻ ആൻഡ് അറൌണ്ട് ഒരു ഫിഗർ എടുക്കുകയാണെങ്കിൽ ഒരു 8 ലക്ഷം ആൾക്കാരൊക്കെയാണ് നെറ്റിന് അപ്ലൈ ചെയ്യാറുള്ളത്. ഡിഫറെന്റ് സബ്ജക്റ്റുകൾ, അതിൽ ഭയങ്കര അങ്ങനെ അറിയില്ലേ, ഒരുപാട് ആൾക്കാർ എഴുതുന്ന സബ്ജക്റ്റും വളരെ കുറച്ച് ആൾക്കാർ എഴുതുന്ന സബ്ജക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഒരു 8 to 10 ലാക്ക് ആൾക്കാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നെറ്റ് എക്സാം എഴുതാറുണ്ട്. പിന്നെ ഹിസ്റ്ററി സബ്ജക്ട് നമ്മൾ അതിനകത്ത് നിന്ന് പറിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 40,000 മുതൽ 50,000 ആൾക്കാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഹിസ്റ്ററി സബ്ജക്റ്റിൽ നെറ്റ് എക്സാം എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, നെറ്റ് എക്സാം എഴുതാൻ കിട്ടുമോ, എത്ര ആൾക്കാർക്ക് കിട്ടും, അതിന്റെ JRF കിട്ടണമെങ്കിൽ എന്തൊക്കെ ആവണം, എത്ര എന്താണ് പറയുക, എത്ര ആൾക്കാർക്ക് JRF കിട്ടും, ഇതൊക്കെയാണ്. സോ ഇതിന്റെ ഒരു സ്റ്റഡി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പഴയ വർഷങ്ങളിൽ, അതായത് ഒരുപാട് മുൻപ് മുതൽ, അതായത് 2023 ജൂൺ മുതൽ 2025 ഡിസംബർ, അതായത് ലാസ്റ്റ് നടന്ന എക്സാം വരെ
ഹിസ്റ്ററി സബ്ജക്റ്റിനകത്ത് എത്ര ആൾക്കാർ മൊത്തത്തിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തു, എത്ര ആൾക്കാർ മൊത്തത്തിൽ JRF ക്വാളിഫൈ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇതിനകത്ത് എല്ലാ കാറ്റഗറി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരുപാട് എണ്ണം വരുന്ന കാറ്റഗറി ഒക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. PWD ഇങ്ങനെയുള്ള കുറച്ച് കാറ്റഗറി മാത്രമേ അതിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് നമ്പറിൽ വളരെ കുറവ് ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അതിപ്പോ നമ്മൾ ഈ കണക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഒരു വലിയൊരു ചേഞ്ച് ഒന്നും നമ്മുടെ ഈ ഒരു ഫിഗറിനകത്ത് വരാനില്ല. സോ പറഞ്ഞു വരുന്നത് നമുക്ക് ഏതാണ്ട് ഒരു ധാരണ കിട്ടാൻ ഇത്രയും മതി. ആൻഡ് ഓൾ ഇന്ത്യ ലെവലില് നമ്മുടെ ഒരു 40,000 മുതൽ 50,000 വരെ ആൾക്കാരൊക്കെയാണ് അപ്ലൈ ചെയ്യാറുള്ളത്. അതിനകത്ത് 2023 ജൂണിൽ ഹിസ്റ്ററി സബ്ജക്റ്റിനകത്ത് നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് 1922 ആൾക്കാരും JRF ക്വാളിഫൈ ചെയ്ത് 229 ആൾക്കാരാണ്. അതിന്റെ ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു നമ്പർ പറയുന്നത് 6% നെറ്റും 1% JRF എന്നുള്ളതാണ്. ഓക്കെ, സോ അത് എക്സാക്ട്ലി 6% എക്സാക്ട്ലി 1% ഒന്നും ആവില്ല. ചെറിയ വേരിയേഷൻ ഒക്കെ അങ്ങോട്ടും ഉണ്ടാവും ഇങ്ങോട്ടും ഉണ്ടാവും. ചിലപ്പോൾ 6% എന്നുള്ളത് 6.5 6.8 ഒക്കെ ആവും. അതിന്റെ താഴേക്കും വരാം 5.8 ഒക്കെ ആയിട്ട് മാറാനും മതി. എന്തായാലും പറഞ്ഞു വരുന്നത് 2023 ജൂണിൽ ഏതാണ്ട് 1792 ആൾക്കാര്, ദെൻ 2023 ഡിസംബറിൽ 5454 ആൾക്കാർ ക്വാളിഫൈ ചെയ്യുന്നു, 497 ആൾക്കാർ JRF ക്വാളിഫൈ ചെയ്യുന്നു, എത്ര ആൾക്കാർ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നു. ദെൻ ജൂൺ 2024 3903 ആൾക്കാർക്ക് നെറ്റും 373 ആൾക്കാർക്ക് JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റി നമ്മുടെ സബ്ജക്റ്റിൽ. ദെൻ ഡിസംബർ 2024 വരികയാണെങ്കിൽ 6281 ആൾക്കാർക്ക് നെറ്റും 432 ആൾക്കാർക്ക് JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അഗൈൻ ഈ ഫിഗറിനകത്ത് ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ദെൻ ജൂൺ 2025 2806 ആൾക്കാർക്ക് നെറ്റും 309 ആൾക്കാർക്ക് JRFും. ദെൻ ഡിസംബർ 2025 5562 ആൾക്കാർക്ക് നെറ്റ്, 468 ആൾക്കാർക്ക് JRF. ഇതൊരു റൗണ്ട് ഫിഗർ ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ അത്യാവശ്യം വലിയൊരു നമ്പർ ഓഫ് ആൾക്കാർ ഇത് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. സോ അതിലൊരാളാവാൻ നമുക്ക് ഇത്ര വലിയ പ്രയാസത്തിന്റെ ആവശ്യമില്ല. ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമെന്നുള്ളതാണ്. ആൻഡ് ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ടേമിലും അല്ലെങ്കിൽ ഓരോ ഷിഫ്റ്റിലും എത്രമാത്രം ആൾക്കാർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ 2023 ജൂണിന്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട കാറ്റഗറീസിൽ എത്ര ആൾക്കാർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, എത്രയായിരുന്നു കട്ട് ഓഫ് എന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് പെർസെന്റേജ് സ്കോർ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് എത്ര മാർക്കാണെന്നുള്ളത് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ദെൻ ഇവിടെ ഡിസംബർ 2023 കട്ട് ഓഫിലേക്ക് വരികയാണെങ്കിൽ ഹിസ്റ്ററി സബ്ജക്റ്റില് ഇത് അൺറിസർവ്ഡ് കാറ്റഗറി, അതായത് ജനറൽ കാറ്റഗറിക്ക് നെറ്റിന് വേണ്ടി 182 മാർക്ക് വേണമായിരുന്നു, JRFന് 204 മാർക്ക് വേണമായിരുന്നു, OBCക്ക് 170 ആൻഡ് JRFന് OBCക്കാർക്ക് 194 വേണ്ടിയിരുന്നത്. ഇതന്നെ എത്ര ആൾക്കാർ ക്വാളിഫൈ ചെയ്ത നമ്പറോട് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് പോകുന്നില്ല. ഇനി മറ്റു കാറ്റഗറി ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ EWS ആണെങ്കിൽ 168 198 ആയിരുന്നു നെറ്റിന് JRFന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. SCക്ക് ആണെങ്കിൽ 158 184 JRFനും, STക്ക് ആണെങ്കിൽ 152 നെറ്റിന് 178 JRFനും. 2024 ജൂണിൽ ഒരു സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ പെർസെന്റൈൽ സ്കോർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പെർസെന്റൈൽ പറയാൻ പറ്റില്ല. അന്ന് വന്നിട്ടുള്ള ഒരു മാറ്റമാണ് PhD എന്നുള്ള ഒരു കാറ്റഗറി. അതുവരെ ഉണ്ടായിരുന്നില്ല. 2024 ജൂണോട് കൂടിയാണ് പുതുതായിട്ട് PhD ക്വാളിഫിക്കേഷൻ കൂടി നെറ്റ് എക്സാമിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതുവരെ യൂണിവേഴ്സിറ്റികൾ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, അതിലൊരു മാറ്റം വന്നു. ഇനി ഡിസംബർ 2024 വരികയാണെങ്കിൽ ഹിസ്റ്ററി സബ്ജക്റ്റിനകത്ത് അൺറിസർവ്ഡിന്റെ JRFനുള്ള കട്ട് ഓഫ് 206, നെറ്റിനുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് 184, PhDക്ക് 162. ഇതാണ് ജനറൽ കാറ്റഗറിന്റെ കേസ്. OBCയുടെ കേസ് വരികയാണെങ്കിൽ JRFന് 196, ദെൻ അസിസ്റ്റന്റ് പ്രൊഫസർ നെറ്റിന് 172, PhDക്ക് 150, EWSന് 198, 172, 148. ഈ രീതിയിലാണ് ഉണ്ടായിരുന്നത്. SC STന്റെ ഒക്കെ കട്ട് ഓഫ് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. നിങ്ങളുടെ കാറ്റഗറി ഒക്കെ നോക്കി ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. PWDന്റെ ഒരു വിഷ്വലി ഇമ്പയർഡ് അൺറിസർവ്ഡ് കാറ്റഗറി ഞാൻ കൊടുത്തിട്ടുണ്ട്, അല്ലാത്തവരുടേത് വേറെ തന്നെയാണ് വരിക. അത് ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല, വലിയൊരു ഡോക്യുമെന്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, എൻ്റെ അടുത്തൊക്കെ ഉണ്ട്, ഞാൻ അയച്ചിട്ടുണ്ട്. ഇനി ജൂൺ 2025 വരികയാണെങ്കിൽ ജനറൽ കാറ്റഗറിയുടെ JRFനുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് 180. ആ സമയത്ത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എക്സാം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, അങ്ങനെയാണ് കട്ട് ഓഫ് കുറയുന്നത്. ദെൻ അസിസ്റ്റന്റ് പ്രൊഫസർ 162, ദെൻ PhD 142, OBC 172, JRFന് 150, നെറ്റിന് 132, PhDക്ക്, ആൻഡ് ഇതുപോലെ എല്ലാ കാറ്റഗറിന്റെ കൂടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കേട്ടോ. ദെൻ ലാസ്റ്റ് നടന്ന ഡിസംബർ 2025 എക്സാമിലേക്ക് പോവുകയാണെങ്കിൽ
ജനറൽ കാറ്റഗറിക്ക് 216. നിങ്ങൾക്ക് അറിഞ്ഞായിരിക്കും ഡിസംബർ എക്സാമിൽ ഒരുപാട് എന്താണ് പറയുക ചർച്ചകളും സംവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എൻ ടി എയുടെ ആൻസർ കീനെ പറ്റിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആൻഡ് എക്സാം താരതമ്യേന ഈസി ആയിരുന്നു എന്നുള്ള ഒരു സംഗതി കൂടി അതിൽ വരുന്നുണ്ട്. ഏതായാലും പറഞ്ഞു വന്നത് 216 ആൾക്കാർക്ക് GRF, ദെൻ 216 മാർക്ക് ആയിരുന്നു ജനറൽ കാറ്റഗറിന്റെ. GRFനുള്ള കട്ട് ഓഫ് അവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ നെറ്റിന്റെ കട്ട് ഓഫ് 192, PhDക്ക് 168. OBC-കാരുടെ കേസ് 206 ആയിരുന്നു GRFന്റെ കട്ട് ഓഫ്, 178 ആയിരുന്നു നെറ്റിന്റെ കട്ട് ഓഫ്. ദെൻ PhDയുടെ കട്ട് ഓഫ് 156. AWS-ന് 206, 178, 152 ഈ രീതിയിലാണ് കട്ട് ഓഫ് വരുന്നത്. ലാസ്റ്റ് എക്സാമിന് സംഭവിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മള് നെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ആർക്കൊക്കെ നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ MA അതായത് PG കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ PGയുടെ ഒരു 3rd സെമസ്റ്റർ ഒക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ നെറ്റ് ക്വാളിഫൈ ചെയ്ത് വിത്തിൻ 2 years നിങ്ങളുടെ MAയുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. PGയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് വരണം എന്നുള്ളതാണ്. സോ അത് ഒരു ക്വാളിഫിക്കേഷൻ ആണ്. പിന്നെ PG കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് OBC ഇതുപോലെ കാറ്റഗറിക്ക് മാറ്റേണ്ടത് 55% ആണ് നമുക്ക് വേണ്ട മാർക്ക് ജനറൽ കാറ്റഗറിക്ക് എന്ന് പറയുന്നത്. ദെൻ മാക്സിമം ഏജ് ലിമിറ്റ്, എത്ര വയസ്സ് വരെ നെക്സ്റ്റ് എക്സാം എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ എഴുതാം. ദർ ഈസ് നോ അപ്പർ ഏജ് ലിമിറ്റ് ഫോർ നെറ്റ് എക്സാം. പക്ഷേ ഇഫ് യു വാണ്ട് ടു ക്വാളിഫൈ JRF, നിങ്ങൾക്ക് JRF ആണ് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട്. അതായത് 30 വയസ്സാണ് ജനറൽ കാറ്റഗറിയുടെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. OBC കാറ്റഗറി ആണെങ്കിൽ അത് 5 years റിലാക്സേഷൻ ഉണ്ട്. 35 ആവും. SC/ST ഒക്കെ എന്ത് ചെയ്യും, അതുപോലെ 35 ആയിട്ട് പരിഗണിക്കും. ഇനി നിങ്ങൾക്ക് പല ആൾക്കാർക്കും സംശയം ഉണ്ടാവുക, ഈ വയസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വർഷം ഫൈൻ, പക്ഷെ മാസം കൂടെ അവിടെ വരുമല്ലോ. സോ ഏത് മാസമാണ് പരിഗണിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജൂൺ എക്സാമിനാണ് അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ എന്താണ് പറയല്ലേ, June 18 വിചാരിക്കാം. ആൻഡ് ഇഫ് യു ആർ അപ്ലൈയിങ് ഫോർ JRF not more than 30 years as on first day of the month of which examination is conducted. അതായത് നിങ്ങൾ ആ ഒരു ഒന്നാമത്തെ ദിവസം, അതായത് എക്സാമിന്റെ മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം നിങ്ങൾ 30 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് JRF അപ്ലൈ ചെയ്യാൻ പറ്റില്ല. June 18 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടേമിൽ ഇതിന് കൂടി അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അതേസമയം നിങ്ങളൊരു May 31 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതിപ്പോ വലിയൊരു പ്രശ്നമൊന്നും ആവില്ല പല ആൾക്കാർക്കും. എല്ലാവരും അതിന്റെ മുന്നുള്ള ഏജ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ അല്ലാത്ത കാറ്റഗറി OBC ആണെങ്കിൽ 35 വരെ സമയമുണ്ട്. ഇനി why you need to qualify നെറ്റ് JRF, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തിന് നിങ്ങൾ നെറ്റ് JRF ക്വാളിഫൈ ചെയ്യണമെന്നുള്ളത്. ഒരുപാട് സാധ്യതകൾ, ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സോ മസ്റ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതൊരു സന്തോഷം എന്ന് പറഞ്ഞ് വലിയൊരു സന്തോഷം തന്നെയാണ്, ഒരു സംശയമല്ല. ആൻഡ് ഇഫ് യു ക്വാളിഫൈഡ് JRF കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പോലെയല്ല, ഇപ്പൊ ഫെലോഷിപ്പ് ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ 2 years, അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, JRF ജൂനിയർ റിസർച്ച് ഫെലോ ആവുന്ന സമയത്ത് 37,000 മന്ത്ലി നിങ്ങൾക്ക് കിട്ടും. ആൻഡ് അതിനുശേഷമുള്ള എന്താണ് പറയല് 3 years SRF ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, 42,000 ഫെലോഷിപ്പും കിട്ടും എന്നുള്ളതാണ്. സോ അത്യാവശ്യം നല്ലൊരു പാക്കേജ് ആണ്. ആൻഡ് ഓൾസോ ഇതിനകത്ത് HRA ഉണ്ടായിരിക്കും, ഒരുപാട് ആനുവൽ അലവൻസ് മറ്റുള്ളതൊക്കെ ഉണ്ടാവും. സോ വലിയൊരു തുക നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്ന് ചുരുക്കം. ഇനി നെറ്റ് എക്സാം ഒരു വർഷത്തിൽ 2 ഷിഫ്റ്റുകളാണ് ഉണ്ടാവുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് 2 ടേം ആണ് ഉണ്ടാവുക, ഒന്ന് ജൂൺ, ഒന്ന് ഡിസംബർ. ഇനി എക്സാം നടക്കുന്ന സമയങ്ങളാണ്. ഒരു ദിവസം ഇപ്പൊ നമ്മൾ എന്താ പറയുക, June 18 എക്സാം ആണെന്ന് വിചാരിക്കാം. June 18 സൺഡേ ആണ് വിചാരിക്കുക. ആൻഡ് ഈ സൺഡേ ആവട്ടെ മറ്റേ ദിവസം ആവട്ടെ, ആ ദിവസം 2 ഷിഫ്റ്റിൽ എക്സാം നടക്കും. ചില സബ്ജക്റ്റിന് ഒറ്റ ഷിഫ്റ്റ് തീരും, ചില സബ്ജക്റ്റിന് 2 ഷിഫ്റ്റിൽ ഉണ്ടായിരിക്കും. ആൻഡ് നമ്മുടെ എന്താണ് പറയല് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് അനുസരിച്ചിട്ടൊക്കെയാണ് തീരുമാനിക്കുക. എന്തായാലും രാവിലെ ഉച്ചക്കും, ചിലപ്പോൾ രാവിലെ വേറെ സബ്ജക്റ്റും ഉച്ചയ്ക്ക് ശേഷം വേറെ സബ്ജക്റ്റും ഒക്കെ എക്സാം ഉണ്ടായിരിക്കും. എക്സാമിന്റെ ടൈമുകൾ, ഷിഫ്റ്റുകൾ എന്ന് പറയുന്നത് 9 AM to 12 PM, അതായത് 3 hours ആണ് നമ്മുടെ എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത്. അടുത്ത ഷിഫ്റ്റ് 3 PM to 6 PM, അഗൈൻ 3 hours ആണ് നമ്മുടെ എക്സാമിന്റെ ടൈം. അതിന്റെ 3:30 എക്സാമിന് നിങ്ങൾ 3:30 പോയിട്ട് കയറി കഴിഞ്ഞാൽ അത് എക്സാം എഴുതാൻ പറ്റില്ല, കുറച്ച് നേരത്തെ എത്തണം എന്നുള്ളത് അറിയുമെന്ന് വിചാരിക്കുന്നു. 1:30 എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. ആൻഡ് 9 AM എക്സാമിന് 7:30 എത്തണം എന്നൊക്കെയാണ്. എന്തായാലും പറഞ്ഞു വരുന്നത് നമ്മുടെ എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ആൻഡ് ഞാൻ എത്ര മാർക്കാന്നുള്ളത് പറയട്ടെ, അടുത്ത സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഞാൻ പറയും. ദെൻ ഇവിടെ എക്സാമിന്റെ മോഡ് എന്ന് പറയുന്നത് പേപ്പർ ബാക്ക് അല്ല, നമ്മുടെ OMR കറുപ്പിക്കുന്ന പരിപാടി അല്ല, പകരം എന്താണ് CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുക, എക്സാമിന്
എഴുതുക, അത്രേ ഉള്ളൂ. അതിനകത്ത് ക്വസ്റ്റ്യൻ ഒക്കെ സ്ക്രീനിലാണ് കാണുക. ദെൻ നമ്മുടെ എക്സാമിന് ഫീ ഉണ്ട്. അത് എന്താണ് പറയല്, പല ആൾക്കാരും കൊടുത്തും അടുത്ത ആൾക്കാരുണ്ടായിരിക്കും, ചില ആൾക്കാർ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കുള്ളൂ. നെറ്റ് എക്സാമിന് നിങ്ങൾ കുറച്ച് ഫീ കൊടുക്കേണ്ടി വരും. ഞാനൊക്കെ തന്നെ ഒരുപാട് ഫീ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യം നമുക്ക് PhD ആയിരിക്കും കിട്ടുക, പിന്നെ നമുക്ക് നെറ്റ് ആയിരിക്കും കിട്ടുക, പിന്നെ നമുക്ക് JRF വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അങ്ങനെ കുറെ പൈസ കൊടുക്കേണ്ടി വരും. നമ്മൾ ഫ്രണ്ട്സിനൊക്കെ എല്ലാ ടേമിലും എക്സാമിന് മുമ്പ് അങ്ങനെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മതി. ആ ഒരു 600 റുപ്യ അല്ലെങ്കിൽ 1500, 1150 ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ പോലെ കണ്ടാൽ മതി എന്ന് ചുരുക്കം. എന്തായാലും പറഞ്ഞു വരുന്നത്, പക്ഷേ നിങ്ങൾ അൾട്ടിമേറ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യും, കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് തുടക്കത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നേരെ പോയിട്ട് JRF വാങ്ങിയിട്ട് പോരാൻ പറ്റും. പിന്നെ നിങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണണമെങ്കിൽ നിങ്ങൾ എക്സാമുള്ള ദിവസം അവിടെ പോയി ഇരിക്കേണ്ടി വരും, ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി മാത്രം. അല്ലാതെ നിങ്ങൾക്ക് അവിടെ എക്സാം എഴുതാൻ പോയിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. എന്തായാലും ഫീ ഞാൻ പറഞ്ഞത് അൺറിസർവ്ഡ് ആയിട്ടുള്ള ജനറൽ കാറ്റഗറിക്ക് 1150, OBC കാറ്റഗറിക്ക് 600, SC/ST മറ്റുള്ള കാറ്റഗറി ഡിസേബിലിറ്റിക്കൊക്കെ 325 രൂപയുമാണ് നമ്മുടെ ഫീ എന്ന് പറയുന്നത്. ഇനി അറിയാലോ, നെറ്റ് എക്സാമിന് 50 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 50 × 2 100 × 2, അതായത് പേപ്പർ 1ഉം സബ്ജക്റ്റും ഉണ്ട്. രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് പേപ്പർ 1 എന്ന് വെച്ചാൽ ജനറൽ പേപ്പർ എന്ന് പറയുന്നത്, പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററി സബ്ജക്റ്റും. ആൻഡ് ഈ പേപ്പർ 2 നമുക്ക് 100 ചോദ്യം ഉണ്ടായിരിക്കും, പേപ്പർ 1 നമുക്ക് 50 ചോദ്യം ഉണ്ടായിരിക്കും. നമുക്ക് ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ് ഉണ്ടാവുക. സോ 50 × 2 100 മാർക്ക്, 100 × 2 200 മാർക്ക്. സോ ടോട്ടൽ 150 ചോദ്യവും 150 × 2 ദാറ്റ് ഈസ് മാർക്ക് ഈസ് 300, 300 മാർക്കുമാണ് ഉണ്ടാവുക. നമുക്ക് ഇതിനകത്ത് നമുക്കൊരു 60-65% മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു 170, 175 ഇതൊക്കെ OBC ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് നെറ്റ് വാങ്ങാൻ പറ്റാറുണ്ട് പൊതുവെ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതില് ഒരു സംഗതി ഉള്ളത് മിനിമം മാർക്ക് ഉണ്ടോ എന്നുള്ളതാണ്. സി ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പേപ്പർ 1 എന്ത് ചെയ്യുന്നു, 100 വാങ്ങി. ഓക്കെ, സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പിന്നെ കിട്ടിയത്, ആ ഒരു കോണ്ടെക്സ്റ്റ് വളരെ അപൂർവം വരുള്ളൂ കേട്ടോ. ഓക്കെ, പേപ്പർ 1 100 മാർക്കും വാങ്ങി, സബ്ജക്റ്റിൽ നിങ്ങൾക്ക് വേണ്ടത് 40%, അല്ലെങ്കിൽ OBC-കാർക്ക് 35%. അതായത് 35% എന്ന് വെച്ചാൽ ഒരു 70 മാർക്ക്. ഓക്കെ, സോ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാല് നിങ്ങളൊരു 68 മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് പേപ്പർ 1 100 കിട്ടി, സബ്ജക്റ്റിന് 68 കിട്ടി, ടോട്ടൽ നിങ്ങളുടെ മാർക്ക് 168 കിട്ടി. ആൻഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 164 വിചാരിക്കുക. നിങ്ങൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ഓഫിന്റെ മുകളിൽ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നെറ്റ് കിട്ടൂല. കാരണം നിങ്ങൾ സബ്ജക്ട് മിനിമം എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻഡിവിജ്വലി 2 സബ്ജക്റ്റിൽ എന്ത് ചെയ്യണം, മിനിമം മാർക്ക് വാങ്ങണം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ആലോചിച്ചിട്ട് കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ഒരുവിധം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സബ്ജക്ട് മിനിമം വാങ്ങാത്തത് കൊണ്ട് നെറ്റ് മിസ്സായിട്ടുള്ള JRF മിസ്സായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവില്ല ചുരുക്കം. കാരണം നിങ്ങളൊരു ശരാശരി പഠിച്ചിട്ടുള്ള ആളുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 40ഉം 35ഉം ഒക്കെ വാങ്ങാൻ ഒരു പ്രയാസവും ഇല്ല. നിങ്ങൾ എവിടേക്ക് എത്തുന്ന വെച്ചാൽ ഒരു 60 വരെ, അല്ലെങ്കിൽ 58 വരെയൊക്കെ, 65, 64 റേഞ്ച് വരെയൊക്കെ സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ കട്ട് ഓഫ് ചിലപ്പോൾ 67, 65 ഒക്കെ ആയിരിക്കും. സോ ആ ഒരു റേഞ്ചിന്റെ അപ്പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. 50% എത്താൻ ഇപ്പോൾ വലിയ പ്രയാസമല്ല. ഒരു 46, 45, 50 ആ റേഞ്ചിലൊക്കെ എന്ത് ചെയ്യാറുള്ളത്, ആൾക്കാർ സ്റ്റക്ക് ആയിട്ട് കിടക്കാറുള്ളത്. അവിടെ അങ്ങോട്ട് പോകാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടത് എന്ന് ചുരുക്കം. ആൻഡ് പറഞ്ഞു വന്നത്, അപ്പൊ ആ സബ്ജക്ട് മിനിമം ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക, അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നും മനസ്സിലാക്കുക. കാരണം ആ കാരണത്താൽ നെറ്റ് മിസ്സായി പോയിട്ടുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും, എക്സാം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ആൻസർ കീ വരും. അതായത് നമ്മളുടെ മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും, നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് നമുക്ക് പോരാൻ പറ്റില്ല. സോ നമ്മൾ മാർക്ക് ചെയ്തത് എവിടെയാണെന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്തുകൊണ്ട് ഒരു പേപ്പർ എടുത്ത് പോരാൻ പറ്റുമോ, അതും പറ്റൂല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം കഴിഞ്ഞ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു ആൻസർ കീ ഔട്ട് ആവുകയാണ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, അതിന് നമ്മൾ ഏതാണ് ആൻസർ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ആ 150 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്കത് മനസ്സിലാവും. പക്ഷെ ആൻസർ കീയിൽ ചിലപ്പോൾ മിസ്മാച്ച് ഉണ്ടാവും. നമുക്ക് എക്സാക്ട് അറിയുന്ന സാധനം ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ തെറ്റാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് ചലഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 200 രൂപ വെച്ച് കൊടുക്കണം. വെറുതെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല.
വിത്ത് സോളിഡ് എവിഡൻസ്. പ്രൂഫ് വെച്ചിട്ട് ചലഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചലഞ്ച് ശരിയാണ് എങ്കിൽ ആ ആൻസർക്ക് മാറ്റി വരാറാണ് പതിവ്. പക്ഷെ ഇത്തവണത്തെ എക്സാമിലൊന്നും അത് മാറ്റി വന്നിട്ടില്ല. അതിനുശേഷം ആൾക്കാർ കോർട്ടിലൊക്കെ പോയിട്ടുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ഗോണ ഹാപ്പൻ. ഇനി അടുത്തൊരു സംഗതി ഞാൻ നേരത്തെ പറഞ്ഞതിനാണ് 6% നെറ്റ് കിട്ടുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. ആൻഡ് JRF കിട്ടുന്നത് 1% ആണ് എന്നും ജസ്റ്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി പേപ്പർ 1 നമുക്ക് പഠിക്കാനുള്ളത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീഡിംഗ് കോംപ്രഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, റീസണിംഗ്, ലോജിക്കൽ റീസണിംഗ്, മാത്തമാറ്റിക്കൽ റീസണിംഗ്, ദെൻ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ICT, ദെൻ പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒരു 10 ഏരിയാസ് ആണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. പേപ്പർ 1ലേക്ക് ഇപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മുടെ ഹിസ്റ്ററി സബ്ജക്റ്റിനെ പറ്റിയിട്ട് കുറെ പറയാനുള്ളത് കൊണ്ട് തന്നെ സോ നമുക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്ററി സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് നമുക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് റഫ്ലി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ ഓഫ് എന്താണ് സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി തന്നെയാണ്. പിന്നെ അതിനകത്ത് വരുന്നത് നമ്മുടെ ഹിസ്റ്റോറിയോഗ്രാഫിയാണ്. അഗൈൻ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് വരുന്ന ചോദ്യം എന്ന് പറഞ്ഞ ഒരു 6 to 10 മാക്സിമം കൊടുക്കാം. ഓക്കെ, ഒരു 10-20 മാർക്കിനൊരു ചോദ്യം വന്നു എന്ന് വിചാരിക്കാം. ബാക്കിയുള്ള നമ്മുടെ സബ്ജക്റ്റില് 180 മാർക്കും, മാക്സിമം 20 ഹിസ്റ്റോറിയോഗ്രാഫി കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 180 മാർക്കും വരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ അകത്തുനിന്നാണ്. ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇറ്റ് ഈസ് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി, മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ഇത് മൂന്നുമാണ് ഇതിന്റെ കോർ എന്ന് പറയുന്നത്. പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ ഹിസ്റ്ററി കുറച്ചുണ്ടാവും, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചില സമയത്ത് ഒരു 5-6 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും, ചില സമയത്ത് ഒരു 1-2 ക്വസ്റ്റ്യൻ ചോദിക്കും, ചിലപ്പോൾ ഒന്നും ചോദിക്കില്ല. അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാവാറുള്ളത്. എന്തായാലും ഇൻഡിപെൻഡന്റ് ഇന്ത്യ അല്ലെങ്കിൽ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് താരതമ്യേന വളരെ കുറച്ച് ചോദ്യം മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ ഹിസ്റ്റോറിയോഗ്രാഫി ആൻഡ് റിസർച്ച് മെത്തേഡ്സ്, അതിനകത്ത് ഒരു നേരത്തെ പറഞ്ഞൊരു 6 to 10 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ സ്റ്റിൽ നമ്മൾ ഈ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് തന്നെ കവർ ചെയ്യുന്ന സോഴ്സുകളുടെ ഭാഗങ്ങളൊക്കെയാണ് പിന്നെ അതിൽ കൂടുതലും കാണാറുള്ളത് എന്ന് വേറെ സംഗതി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഈ സിലബസിനകത്തേക്ക് ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ മൊത്തം 10 യൂണിറ്റ് ആണുള്ളത്. ഓക്കെ, 10 യൂണിറ്റ് ആണ് മൊത്തം ഉള്ളത്. ദെൻ അതിനകത്ത് ആദ്യത്തെ 1-2 യൂണിറ്റുകൾ നമ്മൾ പറയുന്നത് ആൻഷ്യന്റ് ഇന്ത്യ, പ്യൂർലി ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ദെൻ 3rd യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏർലി മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ഓക്കെ, ഏർലി മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി. ദെൻ 4, 5, 6 ഈ 6 യൂണിറ്റുകളും മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അതിനകത്ത് 4 നടന്ന പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് മെഡീവൽ ഇന്ത്യയുടെ. ദെൻ 5 എന്ന് പറയുന്നത് അവിടുത്തെ എങ്ങനെയാ പറയല് എക്കണോമിക് ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെയാണ് വരിക. 6 എന്ന് പറയുന്നത് സൊസൈറ്റി, ഇതൊക്കെയാണ് വരിക. പിന്നെ അതിനകത്ത് 7, 8, 9 ഇത് മൂന്നും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ആൻഡ് 9ാമത്തെ യൂണിറ്റിന്റെ ഒരു ഭാഗത്ത് നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയും കാണാൻ പറ്റും. പിന്നെ 10ാമത്തെ യൂണിറ്റ് ആണ് ദാറ്റ് ഈസ് അബൌട്ട് ഹിസ്റ്റോറിയോഗ്രാഫി. ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു താഴെ ഭാഗത്ത് എഴുതി ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് മെഡീവൽ 4, 5, 6 യൂണിറ്റുകൾ മെഡീവല്. ദെൻ 7, 8, 9 മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. 9ന്റെ ഒരു കുറച്ച് ഭാഗത്ത് 9ാമത്തെ യൂണിറ്റ് ലാസ്റ്റ് ഭാഗം ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് 10th യൂണിറ്റ് ടോട്ടലി ഫോർ ഹിസ്റ്റോറിയോഗ്രാഫി. ഇനി ഈ യൂണിറ്റുകളുടെ അകത്തുള്ള കണ്ടന്റിനകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ അധികം വലിച്ചു നിർത്തുന്നില്ല കേട്ടോ, പെട്ടെന്ന് അവസാനിപ്പിക്കും, ഡോണ്ട് വറി. സോ ഇവിടെ 1ാമത്തെ യൂണിറ്റിൽ വരുന്നത് ഫസ്റ്റ് നെഗോഷിയേറ്റിംഗ് ദ സോഴ്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ അതിനകത്ത് ആർക്കിയോളജിക്കൽ സോഴ്സുകളെ പറ്റി പറയും, ന്യൂമിസ്മാറ്റിക്സ്, എപ്പിഗ്രാഫി, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അതിനകത്ത് പറയും. ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വേറെ തന്നെ ഡിസ്കസ് ചെയ്യും. പക്ഷെ സ്റ്റിൽ നമുക്ക് സോഴ്സ് എന്നുള്ള ഭാഗത്ത് നമ്മളത് ചെയ്യും എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, അതുപോലെ തന്നെ ഫോറിൻ അക്കൗണ്ട്സ്, ഈ പറഞ്ഞ ലിറ്റററി സോഴ്സുകൾ, അതിനകത്ത് വേദിക് ലിറ്ററേച്ചർ, അതുപോലെ ബുദ്ധിസ്റ്റ്, ജൈൻ ലിറ്ററേച്ചർ ഒക്കെ നമ്മൾ പറയും. അതേസമയം അത് നമ്മൾ ബുദ്ധിസം പറയുന്ന സമയത്ത് വീണ്ടും പറയുന്നതാണ്. സോ പഴുതടച്ചിട്ട് തന്നെ നമ്മളത് പഠിക്കും. പിന്നെ പാസ്റ്ററലിസം ആൻഡ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നിയോളിത്തിക് ആൻഡ് ചാൽക്കോളിത്തിക്. ആക്ച്വലി നമ്മുടെ സിലബസിനകത്ത് നിയോളിത്തിക് മുതലേ കാണുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പാലിയോളിത്തിക്, മെസോളിത്തിക്കിനെ പറ്റി അത്യാവശ്യം ധാരണ ഉണ്ടാവണം എന്നുള്ളതാണ്. നിയോളിത്തിക്, ചാൽക്കോളിത്തിക് ഫേസിനെ സംബന്ധിച്ച് അവിടെയുള്ള എന്താണ് പറയുക സെറ്റിൽമെന്റുകൾ ഏതൊക്കെയായിരുന്നു, ഏതൊക്കെ സൈറ്റുകളാണുള്ളത്, ഏതൊക്കെ ടൂൾസ് ആണ് ഉണ്ടായിരുന്നത്, ഇതൊക്കെ എക്സാമിന് സ്ഥിരമായിട്ട് വരുന്നതാണ്. ദെൻ ഹാരപ്പൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്, പറയേണ്ട ആവശ്യമില്ല. ഒരുപാട്
ക്വസ്റ്റ്യൻസ് അവിടുന്ന് ഉണ്ടാവാറുണ്ട്. അതിന്റെ ഒറിജിൻ, സെറ്റിൽമെന്റ്സ് ഏതൊക്കെയാണ്, എവിടെ ആദ്യം എക്സ്കവേറ്റ് ചെയ്തു, ആരാണ് ചെയ്തത്, ഡീക്ലൈൻ തിയറീസ് ഏതൊക്കെയാണ്, ആര് മുന്നോട്ട് വെച്ച തിയറിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് ചോദ്യങ്ങൾ കാണാനായിട്ട് പറ്റും. പിന്നെ വേദിക് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്, ഏർലി വേദിക്കും ലേറ്റർ വേദിക്കും. അതിനകത്തും നമ്മൾ ഈ പറഞ്ഞ എന്താണ് പറയല്, വേദിക് സൊസൈറ്റി, അവിടെ ലിറ്ററേച്ചർ, അവിടെയുള്ള എക്കണോമി, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഭാഗത്തുള്ള ചോദ്യങ്ങൾ വരും. സാക്രിഫൈസുകളെ പറ്റിയിട്ടും റൂളേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ചോദ്യങ്ങൾ കാണാം. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മെഗാലിത്സ് ഓഫ് സൗത്ത് ഇന്ത്യ. നമുക്ക് എല്ലാവർക്കും അറിയാം സൗത്ത് ഇന്ത്യയിലെ മെഗാലിത്തിക് കൾച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ അയൺ ഏജിനാണ് നമ്മൾ മെഗാലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഈ പറയുന്ന എന്താണ് പറയല്, ഒരുപാട് ബെറിയൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, മെഗാലിത്തുകൾ ഉണ്ടായിരുന്നു. സോ ഈ ബെറിയൽ പ്രാക്ടീസുകളെ സംബന്ധിച്ചിട്ട് ചോദ്യങ്ങൾ കാണാൻ ഉണ്ട്, അല്ലെങ്കിൽ കാണാറുണ്ട്. പിന്നെ അതിനകത്തുള്ള മറ്റൊരു സംഗതിയാണ് എക്സ്പാൻഷൻ ഓഫ് സ്റ്റേറ്റ് സിസ്റ്റം. നമുക്ക് അറിയാം നമ്മുടെ ഒരു ഹിസ്റ്ററിയുടെ ഒരു ഓർഡർ ഞാൻ വേണമെങ്കിൽ പറയുന്നുണ്ട്. അതിനകത്ത് മഹാജനപദാസ് എന്ത് ചെയ്യുന്നു, വരുന്നു എന്നുള്ളതാണ്. സോ മഹാജനപദാസ്, 16 മഹാജനപദാസ് ഒറിജിൻ ചെയ്തു വരുന്നു. സമാനമായ സമയത്ത് തന്നെ ബുദ്ധിസം, ജൈനിസം ഒക്കെ ഉത്ഭവിച്ചു വരുന്നത്. അജീവിക, ചാർവാകാസ് തുടങ്ങിയ ഒരുപാട് ഹെറ്ററോഡോക്സ് സെക്റ്റുകളൊക്കെ ആ സമയത്ത് ഉത്ഭവിച്ചു വരുന്നു. സോ അതിനൊക്കെ പറ്റിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചരിത്രത്തിൽ പഠിക്കണം എന്നുള്ളതാണ്. സോ ഞാൻ ജസ്റ്റ് ഈ ഒരു ക്രൊണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് കാര്യം ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കാം. ഇതിനകത്ത് എഴുതുന്ന ഭാഗം സ്ക്രീൻ ആക്കാൻ പറ്റുന്നില്ല, ഒറ്റ മിനിറ്റ്. ഓക്കെ, സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ആദ്യം സ്റ്റോൺ ഏജ് വരും. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ സ്റ്റോൺ ഏജ് നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ സ്റ്റോൺ ഏജിനകത്ത് നമുക്കറിയാം 3 കാറ്റഗറീസ് ആണ്, പാലിയോളിത്തിക്, മെസോളിത്തിക് ആൻഡ് നിയോളിത്തിക്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ചാൽക്കോളിത്തിക് ഏജ് വരുന്നു. അഹർ, ബിലുന്ദ്, ബലാത്തൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കൾച്ചറുകൾ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. പിന്നെ വരുന്ന ഏരിയ ആണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ, പിന്നെ നമ്മൾ പൊതുവെ ഇൻഡസ് വാലിയുടെ ഡിക്ലൈൻ ഒക്കെ സംബന്ധിച്ച് ആര്യൻ ഇൻവേഷൻ എന്നൊക്കെ പറയാറുണ്ട്. സ്റ്റിൽ ബട്ട് എന്താണ് പറയുക, അതൊരു എന്താണ് ഫാൾസിഫൈ ചെയ്തിട്ടുള്ള ഒരു തെറ്റാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. പക്ഷെ എന്നത് പറയാൻ കാരണം വെച്ചാൽ അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് വേദിക് പീരീഡ് ആണ്. വേദിക് പീരീഡിൽ വി ഹാവ് ദ ഹിസ്റ്ററി ഓഫ് ആര്യൻസ്. ഓക്കെ, ആര്യൻസിന്റെ ഒരു ചരിത്രമാണ് നമുക്ക് വേദിക് പീരീഡിൽ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് വി ഹാവ് കാറ്റഗറൈസ്ഡ് വേദിക് പീരീഡ് ഇൻ ടു ഏർലി വേദിക് ആൻഡ് ലേറ്റർ വേദിക്. എന്തൊക്കെ വ്യത്യാസമാണ് ഇവർ തമ്മിൽ, അല്ലെങ്കിൽ ഏർലി വേദിക് പീരീഡിലും ലേറ്റർ വേദിക് പീരീഡിലും ഒക്കെ ഉണ്ടായിരുന്നത് കൃത്യമായിട്ട് നമുക്ക് അറിയണം. ഇൻഡസ് വാലിയിൽ നിന്ന് തന്നെ നമ്മൾ എന്താണ് പറയല്, അതിന്റെ മെച്ചർ ഫേസ്, ലേറ്റർ ഫേസ്, ഏർലി ഫേസ് പറഞ്ഞിട്ടൊക്കെ തിരിക്കാനായിട്ട് പറ്റും. ദെൻ എനിവേസ് വേദിക് പീരീഡിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇത്ര ആലോചിച്ചാൽ മതിയും. വേദിക് പീരീഡിന്റെ അവസാനം ആയപ്പോഴേക്ക്, ഇത് ലേറ്റർ വേദിക്കിന്റെ ആ ഒരു ടൈം ആയപ്പോഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വേദിക് റിലീജിയൻ ബിക്കെയിം മോർ കോംപ്ലെക്സ്. ഭയങ്കര സാക്രിഫൈസുകളൊക്കെ വന്നു, ഒരുപാട് എന്താണ് പറയല്, കൗ സ്ലോട്ടറുകളൊക്കെ വന്നു, അല്ലെങ്കിൽ സ്ലോട്ടർ ഇൻ ദ സെൻസ് നമ്മൾ എന്താ പറയുക, സാക്രിഫൈസ് ഒരുപാട് വന്നു. പക്ഷെ അവരുടെ വെൽത്ത് ആയിരുന്നു ശരിക്കും കൗ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു റിലീജിയൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയി, ഒരുപാട് ഹോമങ്ങളൊക്കെ നടക്കുന്ന, പിന്നെ ഈ പ്രീസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത് ഭയങ്കര ഡോമിനന്റ് ആയിട്ട് സൊസൈറ്റിയിൽ മാറി. ഇതൊക്കെ ആയപ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ള വിഭാഗം ആൾക്കാർ അതിൽ നിന്ന് ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവിടെ നിന്നാണ് പിന്നെ സംഭവിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം 62 ഹെറ്ററോഡോക്സ് സെക്ട്. അതായത് അതിലെ ഫേമസ് സെക്ടുകളാണ് ബുദ്ധിസം ആൻഡ് ജൈനിസം. പിന്നെ അതിനകത്ത് വരുന്നതാണ് നമ്മൾ പറയുന്ന അജീവികാസ്, ചാർവാകാസ് തുടങ്ങിയിട്ടുള്ള സെക്ടുകളൊക്കെ. പറഞ്ഞു വന്നത് ഈ ഒരു ഓർഡർ മനസ്സിലാക്കി വെക്കുക. ദെൻ ബുദ്ധിസം, ജൈനിസം ഒക്കെ വരുന്ന സമയത്ത് തന്നെ ഉണ്ടാവുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് മഹാജനപദാസ് എന്ന് പറയുന്നത്. ഇതിന്റെ മുന്നേ ജനപദം ഉണ്ടായിരുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പറയുക, സബ്ജക്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓരോ ടോപ്പിക് വൈസ് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. സോ ഇവിടെ മഹാജനപദാസ് ഉണ്ടായിരുന്നു. ഈ ബുദ്ധിസ്റ്റ് ജൈൻ ടെക്സ്റ്റുകളിലൊക്കെയാണ് നമുക്ക് മഹാജനപദാസിന്റെ റെഫറൻസ് കാണുന്നത്. എന്തായാലും 16 സോലസ മഹാജനപദ, അല്ലെങ്കിൽ 16 മഹാജനപദാസ് ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇനി ഈ മഹാജനപദാസിന്റെ കൂട്ടത്തിൽ ദ മോസ്റ്റ് പ്രോമിനന്റ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉയർന്നു വന്ന മഹാജനപദയാണ് മഗധ എന്ന് പറയുന്നത്. സോ മഗധ എന്ന് പറയുന്നത് 16 എണ്ണത്തിന് വളരെ ടോപ്പ് ആയിട്ട് ഉയർന്നു വരുന്നു. അതിന് മഗധയ്ക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. സോ മഗധയിൽ പിന്നീട് ഒരുപാട് ഡൈനസ്റ്റീസ് വന്നു. അതിൽ ആദ്യത്തെ ഡൈനസ്റ്റിയാണ് ഹര്യങ്ക, ശിശുനാഗ, നന്ദ തുടങ്ങിയിട്ടുള്ള ഡൈനസ്റ്റീസ്. പിന്നെ ലാസ്റ്റ് നന്ദയായിരുന്ന ധനനന്ദനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്,
നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരത്തിൽ വരുന്നത്. സോ മൗര്യാസ് കെയിം ഇൻ ടു പവർ. ഓക്കെ, മൗര്യാസ് അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, മൗര്യാസിനെ പരാജയപ്പെടുത്തിയിട്ട് ലാസ്റ്റ് അശോകനൊക്കെ ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ബൃഹദ്രഥനെ പരാജയപ്പെടുത്തിയിട്ട് എന്തായാലും അവിടെ ശുംഗാസ് വരുന്നുണ്ട്, കൻവാസ് വരുന്നുണ്ട്. മൗര്യാസിന് ശേഷം ശുംഗാസ്, കൻവാസ്, പിന്നെ അതിനുശേഷം ഇൻഡോ ഗ്രീക്സ്, പാർത്തിയൻസ്, കുഷാനാസ് ഒക്കെ വരുന്നുണ്ട് മറ്റൊരു ഭാഗത്ത്. സോ ഇത്തരത്തിൽ ഒരുപാട് ഡെവലപ്മെന്റ് വരുന്നു. സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ എന്താണ് പറയല്, ശതവാഹനാസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഷ്യന്റിന് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നീട് നമുക്ക് കാണാനായിട്ട് പറ്റും ഗുപ്താസിന്റെ ഒരു അറൈവൽ എന്നുള്ളതാണ്. ഈ മൗര്യാസിന് ശേഷം ശുംഗാസ്, കൻവാസ് ഒക്കെ വന്നു പോയതിനു ശേഷം ഈ ഇൻഡോ ഗ്രീക്കുകളുടെ ഒക്കെ ശേഷം പിന്നെ വരുന്ന ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു ഡൈനസ്റ്റിയാണ് ഗുപ്ത ഡൈനസ്റ്റി എന്ന് പറയുന്നത്. സോ ഗുപ്ത ഡൈനസ്റ്റി വന്നതിന് ശേഷം ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നു, ഒരുപാട് റൂളേഴ്സ് വരുന്നു. അവരൊക്കെ പറ്റി നമുക്ക് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഗോൾഡൻ ഏജ്, ആൻഷ്യന്റ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹിസ്റ്ററിയിലെ ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയുന്നത് ഗുപ്ത പീരീഡ് ആണ്. പിന്നെ വഗാഡകാസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചരിത്രം നമ്മൾ പഠിക്കും. പിന്നെ അതിനകത്ത് ഗുപ്താസിന് ശേഷം ഹർഷവർദ്ധന എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു റൂളർ എന്ന് പറയുന്നത്. ആൻഷ്യന്റ് ഇന്ത്യയിലെ അവസാനത്തെ റൂളർ എന്നൊക്കെ പറയാൻ പറ്റുന്നതാണെങ്കിൽ മോസ്റ്റ് പവർഫുൾ ആയിരുന്ന ലാസ്റ്റ് റൂൾ എന്ന് പറയുന്നതൊക്കെ ഹർഷവർദ്ധൻ തന്നെയാണ്. ഹർഷവർദ്ധന് ശേഷം പിന്നെ ഒരു വാക്കം പീരീഡ് ആണ്. ഒരു 750 AD വരെയുള്ള സമയത്ത് നമുക്കൊരു ഒഴിവ് കാണാനായിട്ട് പറ്റും. പിന്നെ അതിനുശേഷം നമ്മൾ ഏർലി മെഡീവൽ എന്നാണ് പൊതുവെ പറയാറുള്ളത്. ആ സമയത്താണ് നമ്മുടെ എന്താണ് ഇന്ത്യ ചരിത്രത്തിലെ ഒരു 3 ശക്തികൾ, പ്രതിഹാര, രാഷ്ട്രകൂട, ഇന്ത്യയുടെ ഡിഫറെന്റ് പാർട്ടുകളിൽ ഈ പറഞ്ഞ 3 ഡൈനാസ്റ്റീസ് എമർജ് ചെയ്തു വരുന്നു. ഇതാണ് പ്രധാനമായിട്ട് 3 മെഡീവൽ, ഏർലി മെഡീവലിലെ 3 പ്രധാന ഡൈനാസ്റ്റീസ് എന്ന് പറയുന്നത്. അതല്ലാത്ത ഒരുപാട് റീജിയണൽ ഡൈനാസ്റ്റീസ് ഡെക്കാനിൽ വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ വെസ്റ്റ് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പഠിക്കും. എന്തായാലും പ്രധാനപ്പെട്ട ഒരുപാട് ഡൈനാസ്റ്റീസ് എമർജ് ചെയ്തു വരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു 712 AD ഒരു മുഹമ്മദ് ബിൻ ഖാസിമിന്റെ സിന്ധ് ഇൻവേഷൻ വരുന്നുണ്ട്. പിന്നെ ഗസ്നാവിദ് ഇൻവേഷൻ വരുന്നുണ്ട്. പിന്നെ ഗോറിയദ് ഇൻവേഷൻ വരുന്നുണ്ട്. ഗോറിയദിന് ശേഷം പിന്നീട് എന്ത് ചെയ്യാം, ഡൽഹി സുൽത്താനേറ്റ് വരുന്നു. ഡൽഹി സുൽത്താനേറ്റിലെ സ്ലേവ് ഡൈനസ്റ്റി, ഖിൽജി ഡൈനസ്റ്റി, തുഗ്ലക് ഡൈനസ്റ്റി, സയ്യിദ് ഡൈനസ്റ്റി, ലോധി ഡൈനസ്റ്റി തുടങ്ങിയ 5 ഡൈനസ്റ്റീസ് വരുന്നു. പിന്നെ മുഗൾസ് വരുന്നു. ആൻഡ് മുഗൾസിന്റെ കാലഘട്ടം ഒരുപാട് എന്താണ് പറയലേ, ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ് തുടങ്ങിയ റൂളേഴ്സ് ഒക്കെ ഭരിക്കുന്നു. പിന്നെ ലെറ്റർ മുഗൾസ് വരുന്നു. സൈമൾട്ടേനിയസ്ലി ഓൺ ദി അതർ സൈഡ് ഫോറിനേഴ്സ്, അതായത് ബ്രിട്ടീഷ്, ഡച്ച്, ഫ്രഞ്ച് തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വരുന്നു. അവര് ഇവിടെ കൊളോണിയലിസം സ്ഥാപിക്കുന്നു. പിന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് എത്തുന്നു. അത്രയാണ് നമ്മുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ സിലബസിന്റെ ആ ഒരു പാർട്ടിലേക്ക് തന്നെ പോവാണ്. സോ സിലബസിൽ 2ാമത്തെ യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ സ്റ്റേറ്റ് ടു എംപയർ, അതായത് റൈസ് ഓഫ് മഗധ, ഇനിയിപ്പോ പറഞ്ഞ കാര്യമാണ്. ഇതിന് മഗധയിലെ പ്രധാനപ്പെട്ട ഡൈനാസ്റ്റീസ് നമ്മൾ പറയും. അതുപോലെ അലക്സാണ്ടറിന്റെ ഇൻഡോ ഗ്രീക്ക് ഇൻവേഷൻസ് അല്ലെങ്കിൽ ഗ്രീക്ക് ഇൻവേഷൻസ് ഒക്കെ നമ്മൾ പറയും. പിന്നെ അതിനകത്ത് മൗര്യൻ എംപയർ നമ്മൾ ഡിസ്കസ് ചെയ്യും മഗധയ്ക്ക് ശേഷം. പിന്നെ അതിനകത്ത് ഇൻഡോ ഗ്രീസ്, ശുംഗാസ്, ശതവാഹനാസ്, കുഷാനാസ്, ശക, ക്ഷത്രപാസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭാഗത്ത് വരും. അതിനിടയ്ക്ക് സൗത്ത് ഇന്ത്യയിൽ ഒന്ന് പോയി സംഘം ലിറ്ററേച്ചറിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യും. സംഘകാലത്തെ ഡൈനാസ്റ്റീസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ ഗുപ്ത, വഗാഡക ഏജ്, ഹർഷ ആൻഡ് ഹിസ് ടൈംസ്. ദെൻ 3rd യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ റീജിയണൽ കിങ്ഡംസ്, സൗത്ത് ഇന്ത്യയിൽ, ഈസ്റ്റ് ഇന്ത്യയിൽ, വെസ്റ്റേൺ ഇന്ത്യയിൽ ഈ പറഞ്ഞ രാഷ്ട്രകൂട, പ്രതിഹാര, പാല തുടങ്ങിയുള്ള ഡൈനാസ്റ്റീസ് നമ്മൾ പറയും. then കടമ്പ, അതുപോലെ ചാലൂക്യാസ് തുടങ്ങിയിട്ടുള്ളവ, പല്ലവ, ചേര, ചോള, പാണ്ഡ്യാസ്, അതുപോലെ ബംഗാളിലെ സേനാസ്, പിന്നെ കാരച്ചുരീസ് ഓഫ് ചേരി, ഗഡവാലാസ്, ഗുർജര, പ്രതിഹാര ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഡൈനാസ്റ്റീസ്. പിന്നെ ആ സമയത്തിട്ടുള്ള അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, പൊളിറ്റിക്കൽ സ്ട്രക്ചർ, എക്കണോമി, അതുപോലെ ട്രേഡ്, ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം പറയാട്ടോ. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ അവിടെയുള്ള ലാൻഡ് ഡൊണേഷൻസ് ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അറബ് കോൺട്രാക്ട്, അതായത് ഈ പറഞ്ഞ എന്താണ് പറയല്, AD 712 ഇൻവേഷൻ മുതൽ നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ ഗസ്നാവിദ് കോൺക്വസ്റ്റുകളൊക്കെ പറയും. പിന്നെ ഈ പറഞ്ഞ സ്റ്റേറ്റ് ഫോർമേഷൻ ഡിബേറ്റ് ഉണ്ട്, ഫ്യൂഡൽ മോഡ്, സെഗ്മെന്ററി സ്റ്റേറ്റ്, ഇന്റഗ്രേറ്റീവ് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെഗ്മെന്ററി സ്റ്റേറ്റ് ഒക്കെ ചോദിക്കാറുണ്ട് സൗത്ത് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പിന്നെ 4th യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് എത്തുന്നു. അവിടുത്തെ സോഴ്സുകളെ പറ്റി ആദ്യം പറയും. പിന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിനെ പറയും. പിന്നെ മുഗൾ എംപയറിനെ പറ്റിയിട്ട് നമ്മൾ പറയും, അതായത് അവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ ഡൈനാസ്റ്റീസിനെ പറ്റി പറയും. ദെൻ സൗത്ത് ഇന്ത്യയിലെ വിജയനഗറിനെ പറ്റിയിട്ട് പറയും. അതുപോലെ തന്നെ മറാത്തിനെ പറ്റിയിട്ട് പറയും. ദെൻ സൗത്ത് ഇന്ത്യയിലെ ഡക്കാൻ സുൽത്താനേറ്റിനെ പറ്റിയിട്ട് പറയും. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും.
പിന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എക്കണോമിയാണ് വരിക. അതിനകത്ത് ഇവരുടെ മുഗൾസിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്തായിരുന്നു, സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്തായിരുന്നു, ഇക്ത സിസ്റ്റം, അതുപോലെ ഈ മുഗൾസ് സുബാസ് ആയിട്ട് തിരിച്ചിട്ടുള്ളത്, അതുപോലെ ജാഗീർദാരി മൻസബ്ദാരി സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ അവിടുത്തെ ഇൻഡസ്ട്രീസ് ഏതൊക്കെയായിരുന്നു, കോട്ടൺ, ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ നമ്മൾ പറയും. പിന്നെ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ഫ്രണ്ടിയർ പോളിസീസ്, ദെൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, ഇറിഗേഷൻ സിസ്റ്റം, അവിടെയുള്ള ലാൻഡ് ടൈപ്പുകൾ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ 6ാമത്തെ യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ സൊസൈറ്റി ആൻഡ് കൾച്ചർ ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സൂഫീസിനെ പറ്റി പറയും, ഭക്തി മൂവ്മെന്റിനെ പറ്റി പറയും. ദെൻ സൂഫി സൈനികളെ അവരുടെ എന്താണ് ലൊക്കേഷൻ ഏതായിരുന്നു, സിഖ് മൂവ്മെന്റിനെ പറ്റിയിട്ട് പറയുന്നു. ദെൻ സൊസൈറ്റിയിലുള്ള മറ്റു ചേഞ്ചസ്, വുമൻസിന്റെ കണ്ടീഷൻസ്, സനാന സിസ്റ്റം, ദേവദാസി സിസ്റ്റം, അവിടുത്തെ ഫൈൻ ആർട്ട്, ആർക്കിടെക്ചർ, പെയിന്റിങ്, മ്യൂസിക്, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും അതിനകത്ത് ഡിസ്കസ് ചെയ്യും. പിന്നെ 7th യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ അഗെയിൻ ഒരു പുതിയ പാർട്ടാണ്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സോഴ്സ് വെച്ച് തുടങ്ങും. പിന്നെ ബ്രിട്ടീഷുകാർ ശക്തരായിട്ട് കയറി വന്നത് എങ്ങനെയാണെന്നുള്ളത്, അതുകൊണ്ട് തന്നെ അവിടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരൊക്കെ പറയും, അവരൊക്കെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ എങ്ങനെ മുകളിലേക്ക് എത്തി എന്നുള്ളത് പറയും. പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളുമായിട്ട് ബ്രിട്ടീഷ് റിലേഷൻ എങ്ങനെയായിരുന്നു, ബംഗാൾ, അവധ്, ഹൈദരാബാദ് തുടങ്ങിയുള്ള സ്റ്റേറ്റുകൾ, മൈസൂര്, കർണാട്ടിക് യുദ്ധങ്ങള്, പഞ്ചാബായിട്ടുള്ള സിഖ് യുദ്ധങ്ങള്, ആംഗ്ലോ യുദ്ധങ്ങളൊക്കെ എന്ത് ചെയ്യും, ആംഗ്ലോ ഇന്ത്യൻ യുദ്ധം, ഇങ്ങനെ നമുക്ക് പറയാം അല്ലെ. അതായത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളുമായിട്ട് ബ്രിട്ടീഷുകാർ നടത്തിയ യുദ്ധങ്ങളൊക്കെ അവിടെ പറയും. അതിന്റെ ട്രീറ്റികളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫൈനലി 1857 റിവോൾട്ട്, അതിന്റെ കാരണങ്ങൾ, അതിന്റെ ഇമ്പാക്ട് ഒക്കെ പറയും. സ്പീഡിൽ പറയുന്നത് വെച്ചാലേ ഞാൻ ഈ സെഷന് കുറച്ച് ഷോർട്ട് ആക്കാനാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ പറയുന്നു എന്നത് മാത്രമല്ല, നമ്മൾ ഒരുപാട് സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് പറഞ്ഞു വന്നപ്പോൾ ഇത്ര ലെങ്ത് ആയി പോയതാണ്. ബട്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന സംഗതി തന്നെ ആയിരിക്കാം, വളരെ പ്രധാനപ്പെട്ട സംഗതി ഒന്നുമില്ല. സിലബസിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കുന്നു, അതിനുശേഷം അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതൊന്നുകൂടി സമറൈസ് ചെയ്തിട്ട് കുറച്ച് ടോപ്പിക്കുകളായിട്ട് മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് പറയാം. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി, കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ, അതിനകത്ത് 1773 റെഗുലേറ്റിംഗ് ആക്ട് മുതൽ, അതല്ലെങ്കിൽ 1757 പ്ലാസി യുദ്ധം വിജയിച്ചത് മുതൽ, പിന്നെ 1764 ബക്സാർ യുദ്ധത്തിന് ശേഷം 1765 ട്രീറ്റി ഓഫ് അലഹാബാദ് മുതൽ ഉള്ള എല്ലാ സംഗതികളും അതിനകത്ത് ഡിസ്കസ് ചെയ്യും. ദെൻ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരെയുള്ള സംഗതികളൊക്കെ ഈ ഒരു പാർട്ടിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ അതിനകത്ത് 8ാമത്തെ യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ കൊളോണിയൽ എക്കണോമിനെ സംബന്ധിച്ചാണ്. അവിടെ സ്വാഭാവികമായിട്ടും അവരുടെ അഗ്രികൾച്ചറൽ പോളിസീസ്, ടാക്സേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക റവന്യൂ സെറ്റിൽമെന്റ് സംവിധാനങ്ങൾ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അവരുടെ മോണിറ്ററി പോളിസി, അതുപോലെ തന്നെ പുതിയ അർബൻ സെന്റേഴ്സ്, റെയിൽവേ, ഇങ്ങനെയുള്ള സംഗതികൾ, റെയിൽവേ, റോഡ്, ഇതൊക്കെ എന്ത് ചെയ്യും അതിനകത്ത് ഡിസ്കസ് ചെയ്യും. പോസ്റ്റ്, ടെലിഗ്രാഫ്, എല്ലാ സംഗതികളും അതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. ദെൻ അതിനകത്ത് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, അതിൽ ഇന്ത്യൻ റിനൈസൻസ് വരുന്നുണ്ട്. നമുക്കറിയാം ഒരുപാട് രാജാറാം മോഹൻ റായിനെ പോലെ അതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മൂവ്മെന്റ്സ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ വർഷങ്ങള്, സ്ഥലങ്ങള്, ആൾക്കാരൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ വുമൻസ് ക്വസ്റ്റ്യൻ, പ്രിന്റിംഗ് പ്രസ്, ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ്, പബ്ലിഷേഴ്സ്, അതിന്റെ തുടക്കക്കാർ, ഫൗണ്ടേഴ്സ്, ഇവരുടെ സംഗതികളുണ്ട്. ഒരുപാട് ചോദ്യം വരുന്ന ഏരിയ ആണ്. പിന്നെ അതിനകത്ത് ചെറിയ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, പെയിന്റിംഗ്, മ്യൂസിക്, പെർഫോമിംഗ് ആർട്ട് ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ ഡ്രാമനൊക്കെ സംബന്ധിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അതുപോലെ മൂവീസിനൊക്കെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഒരു ആണെങ്കിൽ നമുക്ക് 9ാമത്തെ യൂണിറ്റിലേക്ക് കൊണ്ടുവരാം, അത്രേ ഉള്ളൂ. 9th യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മുടെ ഒരു നാഷണൽ മൂവ്മെന്റിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. സോ അതിൽ റൈറ്റ്സ് ഓഫ് നാഷണലിസം വരുന്നു, INC ഫോർമേഷൻ വരുന്നു, INC ഡിഫറെന്റ് ഫേസുകൾ, അതിന്റെ സമരങ്ങൾ, അതിന്റെ ലീഡേഴ്സ് ഒക്കെ അതിൽ വരുന്നു. പിന്നെ ഗാന്ധിയൻ മാസ് മൂവ്മെന്റ് വരുന്നു. ദെൻ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ്, ദെൻ ഡിപ്രസ്ഡ് ക്ലാസ് മൂവ്മെന്റ്, പിന്നെ അതിനകത്ത് മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഫോർമേഷൻ തുടങ്ങിയ സംഗതികൾ വരുന്നു. പിന്നെ അതിനകത്ത് INA പഠിക്കാനായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരും. പിന്നെ പാർട്ടീഷനും അതിനെ തുടർന്നിട്ടുള്ള സാഹചര്യങ്ങളും, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് വരും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ ഇന്ത്യയുടെ എക്കണോമിക് പോളിസീസ് വരാറുണ്ട്. അതിനകത്ത് ഈ എന്താണ് പറയുക പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതുപോലെയുള്ള ലിബറലൈസേഷൻ പോളിസീസ് ഒക്കെ വരാറുണ്ട്. ഇവിടെയാണ് ശരിക്കും സിലബസ് അവസാനിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു സംഗതി ചോദിച്ച് കണ്ടിട്ടില്ല. എന്തായാലും പഞ്ചിയൽ പ്രിൻസിപ്പിൾസ് ഒക്കെ എക്സാമിന് കാണാറുണ്ട്. ഇനി 10ാമത്തെ യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിനെ 3 ഡിഫറെന്റ് ഹെഡിങ്ങിലേക്ക് തിരിക്കാം. ഒന്ന് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, റിസർച്ച് മെത്തഡോളജി, പിന്നെ ഹിസ്റ്റോറിയോഗ്രാഫി. സോ അതിൽ റിസർച്ച് മെത്തേഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നമ്മുടെ ഡാറ്റ കളക്ഷൻ, അതിന്റെ അനാലിസിസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് പറയും. ഹിസ്റ്റോറിക്കൽ മെത്തേഡിനകത്ത് സബ്ജക്റ്റിന്റെ സ്വഭാവം, അത് മറ്റു സബ്ജക്റ്റുകളായിട്ട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു, പിന്നെ ഒബ്ജക്ടിവിറ്റി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ഹിസ്റ്റോറിയോഗ്രാഫിയാണ്, അതായത് ഡിഫറെന്റ് സ്കൂൾസ് അതിനകത്തേക്ക് വരും. റാങ്കിൻ സ്കൂൾ ഏതാണ്, അനാൾസ്, അതുപോലെയുള്ള സംഗതികൾ, പോസ്റ്റ് മോഡേൺ ഹിസ്റ്ററി, ഇതൊക്കെ അതിനകത്ത് വരും. അപ്പൊ ഇത്രയാണ് നമ്മുടെ 10 യൂണിറ്റുകളും അതിന്റെ ഒരു ഷോർട്ട് സമ്മറിയും എന്ന് പറയുന്നത്. സോ ഇതിനൊക്കെ ടോപ്പിക്കുകളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ INC, ഗുപ്ത, വകാടക,
പിന്നെ നോർത്തേൺ ഇന്ത്യയിലെ കിങ്ഡംസ്, വേദിക് ആൻഡ് ലേറ്റർ വേദിക്, ഇതെല്ലാം സ്കാറ്റേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഒരു 101 ടോപ്പിക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ക്വാളിഫൈ JRF. ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഇനി അഗൈൻ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ്റെ ആസ്പെക്റ്റിലേക്ക് വരാം. നമ്മളൊരു പ്ലാൻ എന്ന് പറയുന്നത് വി വിൽ ഹാവ് ലൈവ് ആൻഡ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്. ഞാൻ മോസ്റ്റ്ലി റെക്കോർഡഡ് വീഡിയോസ് ഓഫർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ലൈവ് ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ലൈവിൽ ഉണ്ടാവുള്ളൂ. അപ്പോ എന്താണ് അത് അത്ര തന്നെ ലൈവ് ആവാൻ സാധ്യത കുറവാണ്. സ്റ്റിൽ ലൈവിലേക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു ടൈമൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി റെക്കോർഡർ ആണെങ്കിൽ എനിക്കും ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യാം, അത് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് റെക്കോർഡർ എന്ന് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ലൈവ് വീഡിയോസ് ഇഷ്ടംപോലെ നമ്മൾ അതിൽ കൊടുക്കും. ഡിപ്പെൻസ് അപ്പോൺ സിറ്റുവേഷൻ. പിന്നെ നമുക്ക് PYQ ഡിസ്കഷൻ ഇങ്ങനെയുള്ളതൊക്കെ കൂടുതൽ ലൈവിലേക്ക് കൊണ്ടുവരാം. പിന്നെ വരുന്നത് ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ടെസ്റ്റുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. നെറ്റ് എക്സാം ആവട്ടെ, മറ്റേത് എക്സാം ആവട്ടെ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആവട്ടെ, നമ്മൾ എത്രമാത്രം ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ക്വസ്റ്റ്യൻ ഓറിയന്റേഷൻ നമുക്ക് ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്കിൽ പിന്നെ നമ്മൾ പഠിച്ചതിന് ഒരു കാര്യമില്ല എന്ന് ചുരുക്കം. സോ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത് പഠിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ട് തന്നെ അത് പഠിക്കണം. ഓക്കെ, ദാറ്റ്സ് കൺഫേം. അതിനകത്ത് നിങ്ങൾ ഒരുപാട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അതിനകത്ത് ഈ ഒരു ടീച്ച്മെന്റ് ത്രൂ തന്നെ പ്രൊവൈഡ് ചെയ്യും. ദെൻ ഒരുപാട് യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഓരോ സബ്ജക്ട് ടെസ്റ്റ്, ടോപ്പിക് ടെസ്റ്റുകൾ, യൂണിറ്റ് ടെസ്റ്റുകൾ, അങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ദെൻ PYQs ആണ് നമ്മുടെ കീ ടു സക്സസ് എന്ന് പറയുന്നത്. സോ PYQs നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അതിനകത്ത് അതിന്റെ എക്സ്പ്ലനേഷൻ സഹിതം നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും. പിന്നെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് പറയുക, നെറ്റും JRF ക്വാളിഫൈ ചെയ്യാൻ അത് മാത്രം മതി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഒതന്റിക് ടെക്സ്റ്റുകളും അതുപോലുള്ള മെറ്റീരിയലിലേക്കും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ റെഫർ ചെയ്തിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഡിസ്കഷൻ ഗ്രൂപ്പ് നമുക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ അതിനകത്ത് കമ്പൈൻ സ്റ്റഡി പോലത്തെ കാര്യങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ്. പിന്നെ ഡൗട്ട് ക്ലിയറൻസിന് ഡിഫറെന്റ് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പൊ അതെല്ലാം കൂടിയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് ഇതെല്ലാം ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കും. സോ യു നീഡ് നോട്ട് വെറി. നിങ്ങൾ എല്ലാവരും നെറ്റും JRF-ഉം എല്ലാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള മാക്സിമം എഫേർട്ട് ഞാൻ എടുക്കും, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളും എടുത്താൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി നെറ്റ് എക്സാമിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് NTAന്റെ വെബ്സൈറ്റിൽ തന്നെ പോയിട്ട് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു എന്താണ് ഒരു ഡോക്യുമെന്റ് ഞാൻ നിങ്ങളുടെ ആ ഒരു സ്റ്റഡി മെറ്റീരിയലിന്റെ ഭാഗത്ത് അപ്ലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ അവിടെ കയറി കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരു ലിങ്ക് ഓപ്പൺ ആയിട്ട് വരും PDF-ൽ. അത് തുറന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് അവിടേക്ക് എത്താൻ പറ്റും. ഞാൻ അല്ലെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി, ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ മോക്ക് ടെസ്റ്റ് എന്നുള്ള സംഗതി കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നേരിട്ട് മോക്ക് ടെസ്റ്റിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, ദെൻ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്ജക്ട് അതുപോലുള്ള പേപ്പർ ഒരു വർഷം നമ്മളോട് കൊടുക്കണം. സ്റ്റാർട്ട് മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചാൽ NTA നമുക്ക് നമ്മുടെ എന്താണ് പറയല് സെന്ററിൽ പോയിട്ട് എങ്ങനെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു അതുപോലുള്ള ഒരു ഇന്റർഫേസ് നമുക്ക് തുറന്നു വരും. അതിൽ നമുക്ക് ഒരു പാർട്ട് ഒരു ടെസ്റ്റ് നമുക്ക് അവിടെ അറ്റൻഡ് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. ജസ്റ്റ് ടു ഗെറ്റ് ആൻ ഓറിയന്റേഷൻ, അത്രേ ഉള്ളൂ. ഇനി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കുറച്ച് സ്പീഡായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. അതിനകത്ത് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതിന്റെ റെലവൻസ് കുറവാണ്. ഞാൻ ടൈം എടുത്ത് പറഞ്ഞതാണ് കൂടുതൽ റെലവെന്റ് ആയിട്ടുള്ളത് എന്ന് ചുരുക്കം. മറ്റു ഞാൻ പറയണം എന്നുള്ളതിന് വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈവൻ സിലബസ് ആണെങ്കിലും ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ഡീറ്റെയിലേക്ക് ഞാൻ പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതൊക്കെയാണ് നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ആ സമയത്ത് വളരെ സമഗ്രമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഡോണ്ട് വറി. അപ്പോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക. അതിനകത്ത് എന്താണ് ഡിസ്കഷനും ഡൗട്ടിനൊക്കെ ഉള്ള വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ചോദിച്ചുകൊണ്ടു. പിന്നെ പറയാനായിട്ടുള്ളത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇൻഫോം ചെയ്തുകൊണ്ടു. അവർക്ക് താല്പര്യമുള്ള ആൾക്കാരോടൊക്കെ വരാൻ പറയാം. നമുക്ക് എന്താണ് പറയല്, കുറെ ആൾക്കാരെ ഇത്തവണ നെറ്റും JRF ഒക്കെ വാങ്ങിച്ചെടുപ്പിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ താങ്ക് യു. ഞാൻ എന്ത് ചെയ്യാം, അടുത്തൊരു സെഷനായിട്ട് വീണ്ടും വരാം. ബൈ ഫോർ നൗ.